ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുപ്പ് തോന്നാത്ത നല്ല കിടിലൻ ഐറ്റം ആണ്. എണ്ണയും ഓയിലും ഒന്നും തന്നെ യൂസ് ചെയ്യണ്ട. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 200 ഗ്രാം ശർക്കരയാണ് ഇതിലേക്ക് എടുത്തിരുന്നത്. ഓരോരുത്തർക്കും മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ഒരളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതേ ജാറിൽ തന്നെ നമുക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് ചോറ്. അതുപോലെ സാധാ അരിയുടെ ചോറായിരുന്നാലും റേഷൻ അരിയുടെ ചോറായിരുന്നാലും ഏതായിരുന്നാലും ഈ ഒരു അളവിൽ തന്നെ എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിന് 1 കപ്പ് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാൽ മതി എന്നുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ നന്നായി അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് കപ്പലണ്ടിയാണ്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് കപ്പലണ്ടി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ടകളൊന്നും ആവാതെ നല്ല രീതിയിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇത് തന്നെയാണ് ഇതിന്റെ കറക്റ്റ് പരുവം. ഇനി വേണ്ടത് ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഇനി ഇതുപോലെ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല ടൈറ്റായിട്ട് വരുന്ന ഒരു പരുവം വരുമ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടി വെക്കാം. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു പരുവാകുമ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 50 ഗ്രാമോളം നെയ്യാണ് ഈ ഒരു പലഹാരത്തിന്. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ തന്നെ വെച്ചിരിക്കരുത്, പെട്ടെന്ന് തന്നെ ഒരു ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ട്രേയിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് സ്റ്റീലിന്റെ ചോറ് കഴിക്കുന്ന പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ കറി ബൗളോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കപ്പലണ്ടി പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധമില്ല, ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കപ്പലണ്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാം പിസ്ത അല്ലെങ്കിൽ ഈത്തപ്പഴം അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് എടുത്ത് കട്ട് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും വലിപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. 2 മണിക്കൂർ പുറത്ത് വെച്ചിരുന്നാലും ഇതുപോലെ സെറ്റായി കിട്ടും. അതുപോലെ കട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഇത് തണുത്ത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഫ്രീസറിലല്ല, തൊട്ട് താഴെയാണ് വെച്ചിരിക്കേണ്ടത്. ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.